ഫൈനലി വെയിറ്റ് ഈസ് ഹിയർ. എമ്പുരാൻ നമ്മളത് സെക്കൻഡ് ഷോയ്ക്ക് വന്നിരിക്കുകയാണ്. എന്താ സംഭവം ഹൗസ്ഫുള്ളായിട്ടുണ്ട്. എന്തോ ഭയം കൊണ്ട് രാവിലെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കിട്ടി. ഫാമിലി ഉണ്ടപ്പോൾ അവർ ആദ്യം നമ്മൾ 3 സീറ്റാണ് ബുക്ക് ചെയ്തത്. പിന്നെ ഒരാളുടെ കൂടി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുത്ത്. അങ്ങനെ എന്തായാലും നല്ല തിരക്കുണ്ട്. പടം പോയി കണ്ടു കഴിഞ്ഞിട്ട് പറയാം എന്താണ് അവസ്ഥ. ഓക്കെ സോ ഗൈസ്, നമ്മുടെ സീറ്റ് ഇതാണ് H30. അയ്യോ കൂട്ടി സംഭവം പക്കാൻ വീട്ടിലിടണമെന്നില്ല. പക്ഷെ ഞാൻ എന്തേ ആ അറ്റത്ത് സീറ്റ് ഉണ്ടോ അവിടെ നിന്നിട്ടാണ് ആവശ്യം കണ്ടത്. സോ ദിസ് ഇസ് ഫാർ ബെറ്റർ. എന്തായാലും പടം കാണാൻ കയറിയിട്ടുണ്ട്. ഫാമിലി ഇന്നുണ്ട്. എന്താവും നോക്കാം. എനിക്ക് ഒന്ന് 9:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ പരസ്യം കണ്ടിരിക്കണം. എന്തായാലും ഞാൻ വലിയ ഹൈപ്പിലല്ല ഇരിക്കുന്നത്. ബിക്കോസ് ഹൈപ്പോട് കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. എന്തായാലും നമുക്ക് സമാധാനമായിട്ട് പടക്കുന്നത് കാണാം. എന്നിട്ട് നോക്കാം എങ്ങനെയുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പടം ഇൻട്രോൻ്റെ ടൈമിൽ കിട്ടാം. കുഴപ്പമില്ല, ഇവിടെ ഹൈപ്പിലിങ്ങനെ പോകുന്നു. എന്തായാലും കുടിച്ചിട്ട് പോകാം. നമ്മളൊരു ചായ വാങ്ങി ഗൈസ്. ചായ കുടിച്ചു. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് മേക്കിംഗ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് എന്താണെന്ന് നോക്കാം. ഒരു ഹിഞ്ചിലിങ്ങനെ നിർത്തിയിരിക്കുകയാണ് പടം. ബാക്കി കണ്ടോ. മനെ നമ്മുടെ ഇവരെ കണ്ടുമനെ കുറെ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് കാണാൻ പോകുന്നവരോട് പറയാനുള്ള കാര്യമാണ്, ലൂസിഫർ എക്സ്പെക്ട് ചെയ്തിട്ട് ഈ പടത്തിന് നിങ്ങൾക്ക് വരും. അതാണ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയാനുള്ളത്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു ഹീറ്റ് ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. ലൂസിഫർ എന്ന് പറയുന്നത് ഈ തട്ട് അവിടെ തന്നെ ആ ഒരു എന്തൊക്കെയോ ഒരു മിസ്സിങ് ഈ പടത്തിലുണ്ട് ലൂസിഫർ. അതാണ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയാനുള്ളത്. നെഗറ്റീവായിട്ട് കാണരുത്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷേ ഈ പടത്തിന്റെ മേക്കിംഗ് അതാണ് ഇതിന്റെ എല്ലാം. അതായത് മലയാളത്തിലൊരു ഡയറക്ടർ ഇമാതിരി ലെവൽ ഓഫ് മേക്കിംഗിൽ ഒരു പടം ഇറക്കാന്ന് പറയുന്നത് ദ ഗട്ട്സ് ദാറ്റ് ഹി ഹാഡ് ടു മേക്ക് ദിസ്. ഹ്യൂജ് റെസ്പെക്ട്. അത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആക്ടറിനെ അല്ലെങ്കിൽ ഡയറക്ടറിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം പല സീക്വൻസും കണ്ടു കഴിഞ്ഞാൽ ഇത് മലയാള സിനിമ തന്നെയാണോ? ഞാൻ വെറുതെ തള്ളുമല്ല ഗൈസ്, സത്യമായിട്ട് പറയാം, ഞാൻ തള്ളുമല്ല. എനിക്ക് ഈ സിനിമാറ്റോഗ്രാഫി പരിപാടിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറയാം. അത് VFX വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അല്ലെങ്കിൽ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ പോലും ആ ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു ഹോളിവുഡ് ക്ലാസ്. ബോളിവുഡിൽ പോലും ഞാൻ ഈ ഒരു രീതിയിലുള്ള മേക്കിംഗ് ഉള്ള പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ മലയാളത്തിൽ വൺ ഓഫ് എ കൈൻഡ് മേക്കിംഗ്, വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ മൂവി എന്ന് ഞാൻ പറയില്ല, വൺ ഓഫ് എ കൈൻഡ് ഓഫ് മേക്കിംഗ്. അത് എടുത്ത് പറയാൻ പറ്റും. അത് ഡയറക്ടറിന്റെ ആ ഒരു കഴിവ് തന്നെയാണ്. പിന്നെ പ്ലോട്ട് നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിനെയും മെൻഷൻ ചെയ്തുകൊണ്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമ. അതിൽ ഇപ്പോൾ കുറെ കോൺട്രവേഴ്സിയും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഗുജറാത്ത് കലാപവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ അന്നായിരിക്കും മിക്കവാറും ഇതിന്റെ പുതിയ കട്ട് വേർഷൻ വരാൻ പോകുന്നത്. കുറെ ക്യാരക്ടേഴ്സിന്റെ പേര് മാറ്റിയിട്ടും എന്തൊക്കെ 3 മിനിറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ഭാഗം കൊണ്ട് ശരിക്കും അത് ഇന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് തിങ്കളാഴ്ച മുതൽ ഇറങ്ങുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗം കൊണ്ട് നാളെ മുതലാണ് ആ ഒരു കോപ്പി വരാൻ പോകുന്നത്. എനിവേ അതിനു മുമ്പ് കണ്ടവർക്ക് ഭാഗ്യം, അല്ലാത്തവർക്ക് ഇനിയിപ്പോൾ അത് നമുക്ക് അറിയില്ല. ഇപ്പൊ ആഘോഷം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് മാറ്റങ്ങളെന്നുള്ളത്. എനിവേ മേക്കിംഗ് വൈസ് ടോപ്പ് നോച്ച് 10 out of 10 ഒന്നും പറയാനുള്ളത്. മുരളി ഗോപി എന്ന് പറയുന്ന ഒരു റൈറ്റർക്ക് എന്താണോ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ അതൊരു സിനിമയായിട്ട് എടുത്തു രാജുവേട്ടൻ തകർത്തടിക്കും. ഞാൻ വീണ്ടും പറയണം, മേക്കിംഗ് വൈസ് ആണ് ഞാൻ പറയുന്നത്, സ്റ്റോറി വൈസോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറയുന്നത്, മേക്കിംഗ് വൈസ്. കമ്മിങ് ടു ദി കാസ്റ്റ്, ലൂസിഫറിൽ മരിക്കാത്ത എല്ലാവരും ഇതിലുണ്ട്. അതിലിപ്പോ നമ്മൾ അവരെടുത്ത് പറയാൻ ഒന്നും ആവശ്യമില്ല. കാരണം ഇപ്പോൾ സായികുമാരേട്ടനാണെങ്കിലും ബലിച്ചേട്ടനാണെങ്കിലും എല്ലാവരും ലെജൻഡറി ആക്ടേഴ്സ് ആണ്. അവരുടെ പണി എല്ലാ രീതിയിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടിക്കും ഇട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. രീതിയൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ. അതൊരു ഡയറക്ടറിന്റെ സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. പിന്നെ ബാക്കി ക്യാരക്ടേഴ്സ് ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ, പുള്ളിക്കാരുടെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. അത് പണ്ട് തൊട്ടേ
ഭയങ്കര എപ്പോഴും ആ ഒരു എന്താ പറയാ യങ് ആക്ട്രസിനെയാണ്, അതൊരു ഏജേ പുള്ളിക്കാർക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരുടെ സ്ക്രീൻ പ്രസൻസും ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷീ ഹാഡ് എ ബിഗ് ഇമ്പാക്ട് ഇൻ ദിസ് മൂവി. പിന്നെ ടോവിനോന്റെ ക്യാരക്ടർ നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ക്യാമിയോ ആരൊക്കെയാണ്? ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, ലാസ്റ്റ് അമീർ ഖാൻ. അത് കുറെ പേർക്ക് അറിയുന്നുണ്ടാവും ആരാണെന്നുള്ളത്. ഇറ്റ്സ് എ ഫോറിൻ ആക്ടർ. നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും അത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഇത് കുറെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണണമെന്നൊക്കെ നമ്മുടെ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അല്ല, ഇതിന്റെ L3 ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, അത് ആ വില്ലന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അതാണ്, L2 ഇങ്ങനെയാണെങ്കിൽ L3 എന്തായിരിക്കും പ്രൊഡക്ഷൻ വൈസ്, ഐ മീൻ മേക്കിംഗ് വൈസ്. അത് കാത്തിരുന്ന് കാണാനാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലൂസിഫർ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിന് പുറമെ ഈ ലെവൽ ഓഫ് മേക്കിങ്ങിൽ, ഒരു ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിൽ ഇനിയും രാജേട്ടന്റെ ഭാഗത്തുനിന്ന് പടങ്ങൾ വരണം. അത് വരും, ഉറപ്പാണ്, 100%. ഞാൻ വീണ്ടും പറയാം, 5 വർഷത്തിനുള്ളിൽ പുള്ളിക്കാരൻ കണ്ടോ മലയാളം ഇൻഡസ്ട്രീനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കും. നാളെ മലയാളം ഇൻഡസ്ട്രി അറിയപ്പെടാൻ പോകുന്നത്, അത് പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞ കാര്യം, രാജേട്ടന്റെ പേരിൽ തന്നെ ആയിരിക്കും ഇന്റർനാഷണലി, ഇന്ത്യയിലല്ല ഇന്റർനാഷണലി അറിയപ്പെടാൻ പോകുന്നത് ദിസ് മാൻ. വണക്കം. ഞാനൊരു ഫാൻ ബോയ് എന്ന് പറയല്ല, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമ. ലൂസിഫറിന്റെ ആ ഒരു, എനിക്ക് മെയിൻ ആയിട്ട് മിസ് ചെയ്തത് ബോബിനെയാണ്. ബോബിയുടെ ആ ഒരു ക്യാരക്ടർ ഇതിൽ ആർക്കും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. മെയിൻ ആയിട്ട് വന്ന വില്ലൻ, ആ വില്ലന്റെ പേര് ഞാൻ പറയുന്നില്ല, അതാണ് ഇപ്പോൾ കോൺട്രവേഴ്സി നടക്കുന്നത്. അപ്പൊ അത് പേര് പറയാൻ പാടില്ലല്ലോ. വേറെ പല പടങ്ങൾക്കും ഇല്ലാത്ത പ്രശ്നത്തിന് എന്താണെന്ന് എനിക്കും ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഡെമോക്രാറ്റിക് കൺട്രി. എനിവേ ആ ഒരു ബോബിന്റെ ക്യാരക്ടർ നല്ല രീതിയിൽ മിസ് ചെയ്തു. ആ ഒരു ലെവൽ ആരും എത്തിയിട്ടില്ല. അവര് ഐ മീൻ ഇതിലുള്ള വില്ലന്മാരൊക്കെ അവരുടെ കൃത്യമായിട്ട് അവരുടെ ക്യാരക്ടർ നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ അഭിനയിച്ച രീതിയാണെങ്കിലും നമുക്കൊക്കെ ആ ഒരു ദേഷ്യം നമുക്ക് പോലും തോന്നുന്ന രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ അഭിനയിച്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ രാജേട്ടന്റെ ക്യാരക്ടർ പറയാനല്ലോ, സെയ്ദ്. എനിക്ക് ഈ പേരുകൾ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെയ്ദ് എന്തൊരു സംഭവമാണ്. ഓക്കെ, ആ ക്യാരക്ടർ എനിക്ക് ആ അൻവറൊക്കെയാണ് ഓർമ്മ വന്നത്, പണ്ടത്തെ പുള്ളിക്കാരൻ്റെ സ്ലോങ് ഒക്കെ കണ്ടപ്പോൾ. ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് തോന്നുന്നൊരു ലാലേട്ടൻ ഫാൻ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുറച്ച് ഡിസപ്പോയിന്റിങ് ആയി. കാരണം ലാലേട്ടന് കുറച്ചുകൂടി സീൻസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ബട്ട് എനിവേ പുള്ളിക്കാരൻ വന്ന സീൻസ് മാത്രം, ഞാൻ ലാലേട്ടനെ കുറിച്ച് എടുത്ത് പറയുന്നത് വരണമെന്നില്ല. ഞാൻ പറഞ്ഞിട്ട് എന്താ പറയുക, ആ ഒരു ലെജൻഡിനെ കുറിച്ച് ഞാൻ എന്താ പറയുന്നത്. പുള്ളിക്കാരൻ്റെ സ്ക്രീൻ പുള്ളിക്കാരൻ കൊടുത്ത പരിപാടി പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടറിൻ്റെ കൂടി ഒരു ബ്രില്യൻസ് ആണ് പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. മനെ പുള്ളിക്കാരൻ രമേശിന്റെ മനെ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് ഒരുപാട് ഡൗൺഫോളിന് ശേഷം ലാലേട്ടൻ തിരിച്ചു വരാൻ ഉള്ളൊരു ഇതാണ് എന്തിനാ. പക്ഷെ ഞാൻ വീണ്ടും പറയണല്ലോ, ലൂസിഫറിൽ വന്ന ആ ഒരു ഇമ്പാക്ട് ലാലേട്ടൻ ഇല്ലാണ്. ഞാൻ വീണ്ടും പറയാം, എനിക്ക് തോന്നുന്നു ആക്ച്വലി രാജേട്ടൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്താണ് ഈ ലെവൽ ഓഫ് മേക്കിംഗ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുള്ളത്. അത് നടന്നില്ല. ഇതിന് ബഡ്ജറ്റാണ് ഞാൻ ആലോചിക്കുന്നത്. 150 crores ഒക്കെയാണ് റൂമേഴ്സ് പറയുന്നത്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ദാൻ ദാറ്റ്. പക്ഷെ നല്ല രീതിയിൽ കാശ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നോ ഹൈറ്റ് അഗെയിൻ. ഇതിൽ പിന്നെ ക്യാരക്ടേഴ്സ് ഉണ്ടോ, സുരാജേട്ടൻ ഇതിൽ യൂസ് ആയിട്ടുള്ള പുതിയ ക്യാരക്ടറായിട്ട് ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറേയൊക്കെ ഈ പറഞ്ഞ തന്നെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലാണ് നടക്കുന്നത്. അത് ആ കാസ്റ്റിൽ ഓൾറെഡി റിവീൽ ചെയ്താണ്. ഒരുപാട് ഫോറിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്, ആക്ട്രസസ് ഉണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ആ ഒരു ഇത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹോളിവുഡ് സ്കെയിലിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു പടം. ഇനിയിപ്പോൾ എത്ര എന്താവും, അതാണ് എൻ്റെ ഒരു ആലോചന. വരട്ടെ, കാണാം. എന്തായാലും അതൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഗൈസ്. അഗൈൻ ദിസ് ഇസ് completely my personal opinion, and since I'm living in a democratic country, I believe I have my own right to say it. അങ്ങനെ തന്നെ ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെയാണ് ഗൈസ്. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസിൽ അറിയുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യം. സോ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഞാൻ രാത്രി വന്നോടനെ ചെയ്യുന്ന വീഡിയോ ആണ്. സോ അതുകൊണ്ട് ഓർക്കക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു മേക്കിംഗ് വൈസ്. അതർവൈസ് നോക്കുകയാണെങ്കിൽ എവിടേക്ക് എന്തൊക്കെയോ ചില മിസ്സിംഗ് തോന്നി ലൂസിഫർ വെച്ചാൽ പറയുമ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കാര്യമായിട്ട് ഔട്ടൊന്നും പറയാൻ വയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. നെക്സ്റ്റ് വൺ. ലവ് യു ഗൈസ്.